അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഗോബി മഞ്ചൂരിയൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ 2 കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. ഒരു വലുതും ഒരു ചെറുതുമാണ് എടുത്തേക്കുന്നത്. അത് ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം. നല്ല ചൂട് വെള്ളവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് അത് കുറച്ച് നേരം ചൂടൊന്ന് പോകുന്നത് വരെ ഒന്ന് വെക്കണം. അതിൽ ഈ വല്ല പൊടിയും പുഴുവും അങ്ങനെയുള്ള പ്രാണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് വെച്ചതിന് ശേഷം അത് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു ഊട്ടയുള്ള അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അത് നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയിട്ട് അത് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് അത് ഒരു കപ്പ് മൈദപ്പൊടിയും അര കപ്പ് കോൺഫ്ലവറും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കോളിഫ്ലവർ വെള്ളമൊക്കെ പോയിരിക്കണ്ടാവുമല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശേഷം നല്ലതുപോലെ അത് മിക്സ് ചെയ്യണം. കുറച്ചേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം അത് കുറച്ചേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ ഇതൊന്നും ഇതിൽ പിടിക്കൂല. അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അത് സ്ക്വയറായി അരിഞ്ഞെടുക്കണം. ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 5 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, ഒരു പച്ചമുളകും അരിഞ്ഞത് വെക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ കോളിഫ്ലവർ ഓരോന്ന് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം കൂടി ഇടരുത്, എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് അത് ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് അങ്ങനെ എല്ലാം കൂടെ ഓരോ പ്രാവശ്യം കുറച്ച് ഇട്ടിട്ട് അതെല്ലാം നല്ല ഫ്രൈ ചെയ്തെടുക്കണം. നല്ല കളർ കിട്ടാനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടത്. അതിൽ കളർ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാശ്മീരി മുളക് പൊടി ഇട്ടാൽ തന്നെ നല്ല കളർ കിട്ടും. അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമുക്ക് ഗ്രേവി എന്തോരം വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കണത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയ ഓയിലിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ലതുപോലെ ഒന്നും വരണ്ട, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അതിനുശേഷം അതിലേക്ക് സവാള സ്ക്വയറായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് മിക്സ് ചെയ്യണം, ഒന്ന് വഴറ്റണം. അതിലിട്ടിട്ട് അതിന് നല്ലതുപോലെ ഒന്ന് വഴറ്റി നല്ല ഇതിലങ്ങ് വഴറ്റിയെടുക്കേണ്ട. നമുക്ക് കടിക്കാൻ കിട്ടണ പാകത്തിലായിരിക്കണം നമുക്കിത്. ഇതെല്ലാം ഇടുമ്പോൾ ഒന്നും കൂടെ വഴണ്ടി വരും. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്ക് അടിക്കാൻ കിട്ടുന്ന പാകത്തിലാവുമ്പം ഈ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിന് ഇടാം കേട്ടോ. അത് ഇതിൽ വീഡിയോ എടുത്തപ്പോൾ അതെന്തോ കട്ടായിപ്പോയി, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. അതും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് തിളച്ച് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കോൺഫ്ലവർ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ കോൺഫ്ലവർ. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ കോളിഫ്ലവർ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ നന്നായി ഒന്ന്
മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്താണ് ഉപ്പ് നോക്കേണ്ടത്. ഉപ്പ് കുറവാണെങ്കിൽ ഈ സോയാ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇത് ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ലാസ്റ്റ് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയതിന് ശേഷം അത് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ ഇറക്കി വെക്കുക. ഇത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഗോബി മഞ്ചൂരിയനാണ് ഇത്. പൊറോട്ട, പിന്നെ ചപ്പാത്തി, ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. പുറത്ത് പോയി ഇനി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോളിഫ്ലവർ കിട്ടുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക.